എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് കാണിക്കുന്ന ജീൻസ് എവിടെ നിന്നാന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഞാൻ ഒരു സൺസ്ക്രീനിൻ്റെ റിവ്യൂ ചെയ്യാനായിട്ട് ഒരു ബ്ലൂ ടോപ്പും അതേപോലെ ജീൻസും കൂടി ഇട്ടിട്ട് അങ്ങനെ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷോർട്സിൽ നമുക്ക് ടാഗ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ലിങ്ക് പിന്നെ വർക്ക് ആവുന്നില്ല കുറേ നാളായിട്ട്. അത് നിർത്തി യൂട്യൂബ്. നമുക്ക് വേണമെങ്കിൽ ടാഗ് ചെയ്യാം ഷോർട്സിൽ, പക്ഷേ എല്ലാ പ്രോഡക്റ്റ്സൊന്നും ടാഗ് ചെയ്യാനായിട്ട് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കേട്ടോ പറ്റാത്തത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കുറച്ച് ജീൻസ് നോക്കാം. ആമസോണിൽ നിന്നുള്ള ഒരു 6 ജീൻസ് ഉണ്ട്. ഒരു 500 മുതൽക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള ജീൻസാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഈ സമ്മർ ടൈമിലും ഇടാൻ പറ്റിയിട്ടുള്ളതാണ് കൂടുതലും ഉള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ 2 ഷോർട്സ് ആയിട്ട് ചെയ്യേണ്ടത്. ഒന്ന് ഓൾട്ടർ ചെയ്യണതും ഉണ്ട്, അതേപോലെ തന്നെ ഇട്ട് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ സൺസ്ക്രീനിൻ്റെ റിവ്യൂ അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബ്രാൻഡ് വന്നിട്ട് മിസ് ചേസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെയാണ്. 799 റുപ്പീസാണ് കേട്ടോ. നല്ല കംഫർട്ടബിളാണ്. കുറച്ച് ഇങ്ങനെ മോംസ് ജീൻസ് അങ്ങനെ പറയില്ലേ നമ്മൾ, കുറച്ച് വലുതായിട്ടുള്ള അങ്ങനത്തെ ജീൻസ് എനിക്ക് ഇങ്ങനത്തെ നല്ല ഇഷ്ടമാണ്. സമ്മർ ടൈമിൽ നമുക്ക് സുഖമായിട്ട് ജീൻസ് ഉണ്ടെങ്കിൽ ഇടാവുന്നതാണ്. ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ളൊക്കെ ഇടുമ്പോൾ ഒന്നാമത് നല്ല ഉഷ്ണമാണ്. അതിൻ്റെ കൂടെ നമ്മൾ വേർത്തിട്ട് നമുക്കിങ്ങനെ പല പ്രശ്നങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ ഈ തൊടയുടെ അവിടെയൊക്കെ ഈ സമയത്തല്ലേ ഏറ്റവും കൂടുതൽ ഇങ്ങനെ തൊലി പോവുക, പിന്നെ അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കുരുക്കൾ വരിക, സ്കിൻ അലർജി ഉണ്ടാവുക, അതൊക്കെ ഈ സമയത്താണ് ഉണ്ടാവുക. അത് കൂടുതലും ഇങ്ങനെ നമ്മൾ ഈ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുമ്പോൾ അത് അതിനെ കൂട്ടുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജീൻസ് ഇടുമ്പോഴും കുറച്ചുകൂടി ഇങ്ങനെ കംഫർട്ടബിൾ ആയിട്ടുള്ള ജീൻസ് ഒഴിവാക്കിയാലും തെറ്റില്ല കേട്ടോ. പക്ഷേ ജീൻസ് ഇടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് ഇതേപോലത്തെ ഇടാവുന്നതാണ്. ഇതാണെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ ഇടാനായിട്ട്. ഇതിൽ നോക്കുകയാണെങ്കിൽ 78% കോട്ടൺ ആണ്, 21% പോളിയസ്റ്റർ, പിന്നെ 1% ഇലാസ്റ്റിക് ആണ്. സുഖമാണ് ഇടാൻ. അത്യാവശ്യം വലിയ ടൈപ്പാണ്, നല്ല വീതിയുണ്ട്. സോഫ്റ്റ് മെറ്റീരിയലാണ്, ജീൻസ് പോലെ ഭയങ്കര കട്ടിയുള്ളതല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ ലൂസും അല്ലേ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ 26 സൈസാണ് മേടിച്ചത്. പക്ഷേ എനിക്ക് ലൂസാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ ആ ഷോർട്സ് വീഡിയോ ചെയ്തില്ല, അതായത് എങ്ങനെ നമുക്ക് ജീൻസ് ഓൾട്ടർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇത് വെച്ചിട്ടാണ് ഞാൻ ഷോർട്സ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ ഇടാം കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ കമൻറ്റ് ഉണ്ടായിരുന്നു, ഞാൻ കള്ളം പറയുകയാണ് എനിക്ക് 26 ആണെന്ന് പറഞ്ഞിട്ട്, 26 എനിക്ക് ലൂസാണെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ കള്ളം പറയാൻ പറഞ്ഞിട്ട് കുറേ കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നാമതങ്ങനെ നമ്മൾ ഇപ്പോൾ കള്ളം പറയാൻ മാത്രം അതൊരു ഭയങ്കര അടിപൊളിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് ഓരോരുത്തരുടെ ബോഡി നേച്ചർ അനുസരിച്ചിട്ടാണ്. എനിക്കറിയാം വീഡിയോയിൽ കാണുമ്പോൾ എന്നെ അത്യാവശ്യം നല്ല വലിപ്പമായിട്ട് തോന്നുന്നുണ്ട് എന്നുള്ളത്. അത് എന്നെ മാത്രം അല്ല കേട്ടോ, പൊതുവേ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മൾ ഈ DSLR ക്യാമറയിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറേ കൂടി വലുതായിരിക്കും. നേരിട്ട് കാണുമ്പോൾ അത്ര ഉണ്ടാവണം എന്നില്ല. അത് കുറേ പേരെ നമുക്കത് അങ്ങനെ ക്യാമറയിൽ കണ്ട്, അതായത് നമ്മൾ സ്ക്രീനിൽ കണ്ട് ശീലിച്ചവരെ നമുക്ക് പലരെയും നേരിട്ട് കാണുമ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് വരും. എൻ്റെ എസ്പെഷ്യലി ഇപ്പോൾ എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 5'1" കഷ്ടി, 46 ഇപ്പം കഷ്ടി ആയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. 45 ആണ് മെയിനായിട്ട് എൻ്റെ വെയിറ്റ് ഉണ്ടാവുക. പിന്നെ എന്താ വെച്ചാൽ എൻ്റെ വേസ്റ്റ് പൊതുവേ തന്നെ ചെറുതാണ്. 25 ആണ് എൻ്റെ കറക്റ്റ് സൈസ്. അപ്പോൾ 26 എടുക്കുമ്പോൾ ചില ബ്രാൻഡ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ 26 പൊതുവേ തന്നെ ഇത്തിരി ലൂസായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ബ്രാൻഡിൻ്റെ 26 എന്ന് പറയുന്നത് കുറച്ച് ലൂസാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഈ 2 ടക്ക് ഇടേണ്ടി വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില ബ്രാൻഡിൻ്റെ 26 എനിക്ക് പാകാവാറുണ്ട്, ഈവൻ ദോ എൻ്റെ വേസ്റ്റ് സൈസ് 25 ആണെങ്കിൽ പോലും. 25 എന്ന് പറഞ്ഞാൽ കറക്റ്റ് 25 അല്ലല്ലോ നമ്മളിടുക. ഒരു പൊടിക്കാൻ നമുക്കൊന്ന് ശ്വസിക്കാനുള്ളൊരു ഗ്യാപ്പ് വേണമല്ലോ. അല്ലാണ്ട് കള്ളം പറഞ്ഞതൊന്നല്ല കേട്ടോ, അതിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക്. അത് ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 45 kg ഉണ്ടെങ്കിലും അവരുടെ വേസ്റ്റ് അത്ര ചെറുതാവണമെന്നില്ല, കുറച്ചുകൂടി വലുതായിരിക്കും. പിന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ പൊതുവേ തന്നെ വേസ്റ്റ് ചെറുതാവും, ഉള്ളതിനെക്കാട്ടിലും ചെറുതാവും നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നതും കൊണ്ട് ആവാമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇത് ഞാൻ എന്താ ചെയ്തിരിക്കണേ വെച്ചാൽ 2 ഡാർട്ടെന്നോ ടക്കെന്നോ പറയാം, ഇങ്ങനെ 2 ടക്കായിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ഡാർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് തുന്നാൻ അറിയില്ലെങ്കിൽ ഇങ്ങനത്തെ ബെൽറ്റ് മേടിക്കാൻ കിട്ടേ. ഇത് ജീൻസിൻ്റെ സാധാരണ ബെൽറ്റ് ഇല്ലേ, അത് സാധാരണ ബെൽറ്റ് ഇട്ടാലും മതി. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇലാസ്റ്റിക് ബെൽറ്റാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നി. മറ്റു സാധാരണ ബെൽറ്റ് ഇടുന്നേക്കാട്ടിനും അയ്യോ മഴ വീണൂട്ടാ കടകടയുന്ന ശബ്ദം. സാധാരണ ബെൽറ്റ് ഇടുന്നേക്കാട്ടിനും കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ മേടിച്ച് വെച്ചാൽ നല്ലത്. ഇതൊരു 200 രൂപ 250 രൂപ ആ ഒരു റേറ്റിലുള്ളതാണ്, നല്ലതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എൻ്റെ ഒരു മണ്ണുള്ളവർക്ക് വരെ മാത്രമേ പറ്റുള്ളൂ, 25 ഉള്ളവർക്ക് വരെ മാത്രമേ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ മാക്സിമം. അതിലും ചെറുതാണെങ്കിൽ നമുക്ക് ടൈറ്റ് ആക്കാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യാം. പിന്നെ ഞാൻ ഇതിൻ്റെ ഒപ്പം ഇട്ട് കാണിച്ചിട്ടുള്ള ടോപ്പ് ജസ്റ്റ് എവിടെ നിന്നാന്ന് പറയാം. ഇതും ആമസോൺ എന്നുള്ളതാണ്. പക്ഷെ നമുക്കിത്
അങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇട്ടിട്ടില്ല ഇതുവരെ. കാരണം എന്താ വെച്ചാൽ പിന്നിൽ കംപ്ലീറ്റ്ലി ഇതേ കണ്ടു ഇങ്ങനെയാണ്. പക്ഷെ നമുക്ക് ബ്ലൗസായിട്ടൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒപ്പം പിന്നെ ഞാൻ ബ്രാ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റിക്ക് ഓൺ ബ്രാസ് ഇല്ലേ, അതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഒരു വെള്ള ടോപ്പ് ഇട്ടിട്ട് അതിൻ്റെ മീതിട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ കെട്ടുകയാണെങ്കിൽ പുറത്തേക്കൊക്കെ ഇടാൻ പറ്റുന്നതാണ്. അതല്ലെങ്കിൽ നമുക്കിത് അത്ര ഇത് യൂസ് ആവുമെന്ന് സംശയം. പക്ഷെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ, ചിലർക്ക് ഇഷ്ടമാവുണ്ടാവില്ല. ഞാൻ ലിങ്ക് ഇടാം കേട്ടോ ഇതിൻ്റെ. അടുത്ത ജീൻസ് എന്ന് പറയുന്നത് ഞാൻ കുറേ നാൾ മുമ്പ് മേടിച്ചിട്ടുള്ളതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ജീൻസാണ് ഇത്. മഴയാണെങ്കിലും വെയിലാണെങ്കിലും തണുപ്പാണെങ്കിലും ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ജീൻസാണ് കേട്ടോ. ഇതാകുമ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കാറ്റ് കിടക്കാൻ പാകത്തിന് ഇവിടെ കുറേ ഇങ്ങനെ കീറി ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ കയ്യിൽ നമുക്ക് പഴയ ജീൻസ് ഉണ്ടെങ്കിൽ ഇതേപോലെ കീറിയാലും മതിയാവും കേട്ടോ. പക്ഷെ കുറച്ചൊന്ന് നാക്കിൽ നമുക്കതിനെ അതിൻ്റെ നൂലുകൾ എടുക്കണം. ഫുള്ളായിട്ട് കീറലല്ലോ ചെയ്യുന്നത്, നമ്മളിങ്ങനെ നൂലുകൾ അതിനെ ബാക്കി വെക്കുന്നുണ്ടല്ലോ. അത് നമുക്ക് യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. ഞാൻ മുന്നേ തനിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്ത് ഇടുമായിരുന്നു. എൻ്റെ അമ്മ എപ്പോഴും ചോദിക്കും ഇത് കീറി ഇതൊക്കെ ഇട്ടിട്ട് എന്തിനാണ് പോണേന്നുള്ള. എപ്പോഴും ഈ ജീൻസാണ് ഞാൻ ഇടാറുള്ളത്. ഇതിടാനും നല്ല സുഖമാണ്. ഇതും എനിക്ക് തോന്നുന്നു ഒരു 800 800,000 അതിൻ്റെ ഉള്ളിൽ ഒക്കെ കിട്ടും കേട്ടോ നമുക്ക്. ഇതും 26 ആണ്. പക്ഷെ കാണാൻ ഞാനിതിനും ഇങ്ങനെ ഡാർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലേ അത് ഫിറ്റായിട്ട് ഇരിക്കുകയുള്ളൂ. പിന്നെ സുഖമാണ് ഇടാനായിട്ട്. അത്യാവശ്യം സോഫ്റ്റ് മെറ്റീരിയൽ, മറ്റുള്ള പോലെ ഇലാസ്റ്റിക് അല്ല, ജീൻസിൻ്റെ മെറ്റീരിയൽ തന്നെയാണ്. പക്ഷെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ചൂടത്തും ഇടാൻ പറ്റിയിട്ടുള്ളതാണ്. പിന്നെ ജീൻസ് ആകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് കുറേ തവണ യൂസ് ചെയ്യാമല്ലോ. അതാണ് ഏറ്റവും ബെനിഫിറ്റ് ഉള്ള കാര്യം. വെച്ചാൽ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ എപ്പോഴും കഴുകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കൊരു ജീൻസും കുറച്ച് ക്രോപ്പ് ടോപ്സ് അല്ലെങ്കിൽ സാധാരണ ടോപ്സും ഒക്കെ ഉണ്ടെങ്കിൽ ജീൻസ് ഒരു 5-6 തവണ ഇട്ടതിന് ശേഷം കഴുകിയാലും മതിയല്ലോ. ഇടുക, വെയിലത്തിട്ട് ഉണക്കുക കേട്ടോ, അങ്ങനെ ചെയ്താൽ മതിയേ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കധികം കഴുകണതിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ആ രീതിക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതും നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒപ്പം പെയർ ചെയ്തിട്ടുള്ളത് ഇതും നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ളൊരു ടോപ്പാണ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ക്രോപ്പ് ടോപ്പാണ് കേട്ടോ. പഫ് സ്ലീവ്സ് ഒക്കെ ആയിട്ട്. ഇത് എത്രയാണ് സൈസ്? സ്മോൾ സൈസിലുള്ളതാണ്. ബാക്കിൽ ഇതേപോലെ ഒരു കട്ടുണ്ട്. അപ്പോൾ ചില ബ്രാ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ചിലപ്പോൾ കാണും. പക്ഷെ മിക്കവാറും ബ്രാസ് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് പൊക്കോളൂ കേട്ടോ. അപ്പോൾ ആ രീതിക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ക്യൂട്ടായിട്ടുള്ളത് സ്കേർട്സിൻ്റെ ഒപ്പം ഒക്കെ ഇടുമ്പോൾ കുറച്ചുകൂടി രസമായിട്ടുണ്ട്. അടുത്തത് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം കണ്ട ജീൻസില്ലേ, അത് തന്നെയാണ്. പക്ഷേ പാറ്റേൺ എന്ന് പറയുന്നത് മോംസ് ജീൻസൊക്കെ പോലെ തന്നെ. പക്ഷേ ഡെനിമിൻ്റെ മെറ്റീരിയൽ പക്ക ഡെനിം മെറ്റീരിയൽ തന്നെ, പക്ഷേ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. മറ്റേതുപോലെ ഇലാസ്റ്റിക് ഒന്നുമില്ല. മറ്റേത് കുറേ കൂടി സോഫ്റ്റാണ്, അതിനെക്കാട്ടിനും കുറച്ചും കൂടി ഹാർഡാണത്. കൺഫ്യൂസ് ചെയ്യിച്ചോ. അതിൻ്റെ അത്ര നല്ലതല്ല കേട്ടോ. ഞാൻ ആദ്യം കാണിച്ചതിൻ്റെ അത്ര നല്ലതല്ല. പക്ഷെ എന്നാലും ഇതിൻ്റെ കളറും ആ ഒരു മിക്സ്ഡ് ഡെനിം ഷെയ്ഡ് വരുന്നതൊക്കെ രസമായിട്ടുണ്ട് കാണാനായിട്ട്. ഇതും ലൈറ്റ് വെയ്റ്റ് തന്നെയാണ്. പക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതിൻ്റെ വില ഒരു ഹൈലൈറ്റ് ആണ് കേട്ടോ. 500 രൂപയേ ഉള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വേർത്താന്ന് പറയാം. അപ്പോൾ ഒരു 3-4 ജീൻസൊക്കെ എങ്ങനെ വേണം എന്നുള്ളവർക്കാണെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. കംഫർട്ടബിളാണ്. പക്ഷെ നമ്മൾ ആദ്യം കാണിച്ച അത്രയും അതിൻ്റെ അത്ര കംഫർട്ടബിൾ അല്ല എന്ന് മാത്രം കേട്ടോ. ഇതിൻ്റെ ഒപ്പം നമ്മൾ മീഷോന്ന് പണ്ട് മേടിച്ച ഒരു ടോപ്പാണ്. ഇതിങ്ങനെ മീഷോയിൽ ഞാനിങ്ങനെ 100 രൂപ 200 രൂപയുടെ ടോപ്പൊക്കെ ഞാൻ കുറച്ചെണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ട്. മീഷോ, ആമസോൺ എന്നൊക്കെ. മീഷോയിലാണ് കൂടുതലുണ്ടാവുക. 100 രൂപേനെക്കാട്ടിനും താഴെയുള്ള കുറച്ചധികം ക്രോപ്പ് ടോപ്സ് ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ കൂടുതലും പുറത്തേക്ക് പോകുമ്പോൾ ഇടുക. അതും ഇതിലത്തെ ആദ്യം കാണിച്ച ജീൻസ് അല്ലെങ്കിൽ റിബ് ജീൻസ് ഒക്കെ ഇല്ലേ, അത് തന്നെയാണ് എൻ്റെ തൃശ്ശൂർ. അല്ലാണ്ട് ഒക്കെ നമ്മൾ കൊച്ചിയിൽ പോകുമ്പോഴൊക്കെ എന്നെ കാണുന്നവർക്ക് എന്നെ ഒന്ന് ഓർത്ത് നോക്കിയാൽ മനസ്സിലാവും ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സിൽ ഇനിയാവും. ഇതാകുമ്പോൾ സുഖമാണല്ലോ. അപ്പോൾ ഇത് അടുത്തൊരു ഓപ്ഷൻ. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരു ജീൻസ് ആണെന്ന് തോന്നില്ല, ഒരു ഡെനിം, ഒരു പലാസോ പോലെയാണ് കേട്ടോ ഉണ്ടാവുക. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടോ ഇങ്ങനെ ഇലാസ്റ്റിക് ഉള്ളതാണ്. പലാസോ മോഡലിലാണ് ഉള്ളത്. പോക്കറ്റ് ഉണ്ട്. നല്ല സുഖമാണ് ഇടാനായിട്ട്. ഇതിൻ്റെ ഡെനിം മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇടാനൊക്കെ നല്ല സുഖമാണ്. ഇത് ഒരെണ്ണം ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. ഇതും നമുക്ക് വേണമെങ്കിൽ ക്രോപ്പ് ടോപ്പ് ഇടാം, അല്ലെങ്കിൽ ഷർട്ട്സ് ഇടാം, അല്ലെങ്കിൽ ലോങ് ടോപ്സ് ആണെങ്കിൽ ഇൻ ചെയ്തിട്ടിട്ട് കഴിഞ്ഞാൽ നല്ല പാറ്റേൺ ആണ്. അതല്ലെങ്കിൽ ലോങ് ടോപ്സ് ഇടാനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്റ്റൈൽ ചെയ്യാം. സുഖമായിട്ട് ഈ സമ്മർ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ മീഷോന്ന് മേടിച്ചതാണ്. ഒരു 150 റുപ്പീസിൻ്റെ ക്രോപ്പ് ടോപ്പ്. ഇത് ഞാൻ കുറേ തവണ ഉപയോഗിച്ച് ഇതിന് നൂല് പൊന്തി തുടങ്ങി. പക്ഷെ ക്യൂട്ടായിട്ടുള്ളൊരു ടോപ്പാണ്. അടുത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പാറ്റേൺ ആണ്. അതെന്ന് വെച്ചാൽ ഇങ്ങനെ സ്കിന്നി ജീൻസ് ഉണ്ടാവില്ലേ, അത് ഭയങ്കര പക്ക സ്കിന്നി അല്ല അത്, പക്ഷെ എന്നാലും ആ ഒരു രീതിക്ക് വരുന്നതാണ്. എനിക്ക് ഒന്നാമത് കംഫർട്ടബിൾ അല്ല, രണ്ടാമത് എനിക്ക് ചേരണ പോലെ തോന്നിയിട്ടുള്ളൂ. കാരണം എൻ്റെ കാല് ഭയങ്കര വണ്ണം കുറവുള്ളത് കൊണ്ട് അതിങ്ങനെ എടുത്തറിയണത് കാരണം എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ എന്നാലും
ചിലപ്പോൾ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി വരുമല്ലോ വെച്ചിട്ട് മേടിച്ച് വെച്ചിട്ടുള്ളതാണ്. വല്ലപ്പോഴും മാത്രം ഞാൻ ഇടാറുണ്ട് കേട്ടോ. പക്ഷെ ഇതും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, ഇങ്ങനെ വലിയുന്ന ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. ആ രീതിക്കൊക്കെ നല്ലതാണ്. മെറ്റീരിയൽ വൈസ് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആദ്യത്തെ കാണിച്ച പോലെ തന്നെ 78% കോട്ടൺ ആണ്, 21% പോളിയസ്റ്റർ ആണ്, 1% ഇലാസ്റ്റിക് ആണ് കേട്ടോ ഉള്ളത്. അപ്പം അങ്ങനത്തെ ഇടാനായിട്ട് കുറേ കൂടി സുഖമാണ്. അപ്പോൾ ഇങ്ങനെ കുറേ പേരുണ്ട് പെൻസിൽ ജീൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൈറ്റ് ജീൻസൊക്കെ ഇഷ്ടമുള്ളവർ, അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. കാരണം നമുക്ക് പല രീതിയിലും സ്റ്റൈൽ ചെയ്യാമല്ലോ. ഇതൊക്കെ നമുക്ക് കുർത്തയുടെ ഒപ്പമൊക്കെ നന്നായിട്ട് ചേരും കേട്ടോ. കുറേ പേര് കുർത്ത ആൻഡ് ജീൻസ് വെയർ ചെയ്യുമല്ലോ, അതാകുമ്പോൾ നല്ലതാണ്. നമുക്ക് എല്ലാ കുർത്തയുടെ ഒപ്പം അതിന് ചേരുന്ന ലെഗിങ്സും പാൻസും സിഗരറ്റ് പാൻസും ഒക്കെ മേടിക്കാൻ പറ്റണമെന്നില്ലല്ലോ. അങ്ങനെയാകുമ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു ഗുണം എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ കുറേ നീളമില്ല. അപ്പോൾ എനിക്കൊക്കെ എന്ന് വെച്ചാൽ പലപ്പോഴും ഇങ്ങനത്തെ ജീൻസ് മേടിക്കുമ്പോൾ അടിയിൽ ഇങ്ങനെ ചുരുങ്ങി നിൽക്കും, അതൊരു അഭംഗിയാണ്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഹൈറ്റ് കുറവ് തോന്നിപ്പിക്കും അത്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് അത്യാവശ്യം കറക്റ്റായിട്ട് തന്നെയാണ് നിൽക്കണത്. പൊക്കമുള്ള ആളുകൾക്കാണെങ്കിൽ ഒരു പൊടിക്ക് കയറി നിൽക്കും, അതും ഒരു നല്ല സ്റ്റൈലാണ്. അപ്പോൾ നല്ലതാണ് കേട്ടോ, നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം നമ്മൾ പെയർ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഈ ഹൈനെക്കായിട്ടുള്ള ഒരു സ്ലീവ്ലെസ് ക്രോപ്പ് ടോപ്പാണ്. ഇതും നമ്മൾ മീഷോന്നൊരു 150-200 ബിലോ ഒക്കെ ആയിട്ട് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. നല്ല സുഖമായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് ജീൻസ്. എല്ലാം നമ്മുടെ ഒരു ഡെനിം ഷെയ്ഡിൽ വരുന്നത് തന്നെയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരെണ്ണം ബ്ലാക്ക് വേണമല്ലോ ജസ്റ്റ് ഞാൻ വൈഡ് ലെഗ് ജീൻസ് മേടിച്ചതാണ്. ഇത് 26 സൈസിൽ തന്നെയാണ്, പക്ഷെ എനിക്ക് കറക്റ്റാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ ഇതാക്കേണ്ടി വന്നില്ല, ഓൾട്ടർ ചെയ്യേണ്ടിയൊന്നും വന്നില്ല. ബാക്കിയെല്ലാം 26 മേടിച്ചിട്ട് എനിക്ക് ഓൾട്ടർ ചെയ്യേണ്ടി വന്നിരുന്നു, അല്ലെങ്കിൽ കുറച്ചെങ്കിലും ലൂസ് ഉണ്ടാവും. ഇത് പക്ക ഡെനിം മെറ്റീരിയലാണ്, കുറച്ച് കട്ടിയുണ്ട്. ഈ ചൂടുകാലത്ത് ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. ആകെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ താഴെ വൈഡിലേക്ക് ആയതുകൊണ്ട് കാലിൻ്റെ അടിഭാഗത്തൊന്നും നമുക്ക് അങ്ങനെ അത്ര ടൈറ്റായിട്ട് നിൽക്കാത്തതുകൊണ്ട് ആ ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ഇല്ല. പക്ഷേ കുറച്ചൊന്ന്, അതായത് ഈ ചൂട് ഇപ്പോൾ ഇനിയിപ്പോൾ കുറയുള്ളത്, ഇപ്പോൾ തന്നെ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് ഇനി ചൂട് കുറയുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇതും ഇങ്ങനെ ക്രോപ്പ് ടോപ്സും, ഇത് സുഡിയോന്ന് മേടിച്ച ടോപ്പാണ്. ഇത് നമ്മൾ മണാലിയിൽ പോയപ്പോൾ ഇമ്മക്കുട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ക്രോപ്പ് ടോപ്സിൻ്റെ ഗുണം എന്താണെന്ന് അറിയാം, ഇത് ഇത്രയും ഉണ്ടാവുള്ളൂ. ചെറിയ കുട്ടികൾക്ക് ഇടാം, ഒരു 8 വയസ്സ് 10 വയസ്സുള്ള കുട്ടികൾക്ക് ഇടാം. സുഡിയോന്ന് എക്സ്ട്രാ സ്മോളിൽ മേടിച്ചതാണ്. ഇപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അത് കുറച്ചുകൂടി ലൂസായിരിക്കും, നമുക്കാകുമ്പോൾ കുറച്ചുകൂടി ടൈറ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇമ്മക്കുട്ടി ഇങ്ങനെ ഈ ക്രോപ്പ് ടോപ്സൊക്കെ ആണെങ്കിൽ മാറ്റി ഇടാറുണ്ട്. അപ്പോൾ ഇതും നല്ല ജീൻസാണ്, പക്ഷെ നമ്മുടെ നമുക്ക് കംഫർട്ടബിൾ ആണോ എന്നുള്ളതൊന്ന് നോക്കേണ്ടി വരും. എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ ടൈറ്റ് ജീൻസ് ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്ര ഓപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ ഇഷ്ടമുള്ളവർക്ക് നല്ല ഓപ്ഷൻ. ഇതൊരു 500-600 റേറ്റിനുള്ളതാണ് കേട്ടോ. എല്ലാം ഒരു 1000 ബിലോ ഉള്ള ജീൻസാണ്. ടോപ്സൊക്കെ നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള എല്ലാം ഒരു 200-300 ബിലോ ഉള്ള ടോപ്സാണ് കേട്ടോ. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന, അതായത് ഏറ്റവും ആദ്യം ജീൻസ് വെച്ചിട്ട് കാണിച്ചിട്ടുള്ള ഈ സ്കേർട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഇതൊരു ഇൻസ്റ്റാ സ്റ്റോർ എന്നുള്ളതാണ് കേട്ടോ. മിക്സി എന്നാണ് ആ ഇൻസ്റ്റാ സ്റ്റോറിൻ്റെ പേര്. സ്കേർട്ടിന് കുറച്ച് വിലയുണ്ട്, 1000 സംതിങ് ഉണ്ട്, പക്ഷെ വേർത്താണ്. കാരണം അത്ര ഫ്ലെയറാണ്, കണ്ടോ, അത്ര വലിയ ഫ്ലെയറാണ്. ഇങ്ങനത്തെ 3-4 പ്ലീറ്റഡ് സ്കേർട്ട്സ് ഉണ്ട് കേട്ടോ അവർക്ക്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം നമ്മൾ പെയർ ചെയ്തിട്ടുള്ളത് ആമസോണിലുള്ള ഒരു ക്രോപ്പ് ടോപ്പാണ്. നല്ലതാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക്, എസ്പെഷ്യലി ജീൻസിൻ്റെ ബെൽറ്റിൻ്റെ ഒക്കെ ലിങ്ക് കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ, മീഷോ ടോപ്സ് അല്ല, മീഷോ കുർത്ത. ഇത് മീഷോ എന്നുള്ളതാണ്. ഇങ്ങനത്തെ വള ഇപ്പോൾ ഭയങ്കര പോപ്പുലറാണ്. എന്താ കണ്ടോ, ഇങ്ങനത്തെ സ്പ്രിങ് വള. ഞാനത് ആദ്യം ഓർഡർ ചെയ്ത് കിട്ടിയപ്പോൾ ഫുള്ള് തുരുമ്പായിരുന്നു. അയ്യോ, വെച്ചാൽ നമുക്കിങ്ങനെ സിൽവർ കളർ കാണാനേ പറ്റില്ല, ഫുള്ള് തുരുമ്പ്. എന്നിട്ട് റിട്ടേൺ ചെയ്തിട്ട് എക്സ്ചേഞ്ച് ചെയ്യാണ് ഞാൻ ചെയ്തത്. അപ്പോൾ വന്നപ്പോൾ കുഴപ്പമില്ല, നല്ലതാട്ടോ. ഇങ്ങനത്തെ കോട്ടൺ ഡ്രസ്സസിൻ്റെ ഒക്കെ ഒപ്പം, കുർത്താസിൻ്റെ ഒക്കെ ഒപ്പം, സാരീസിൻ്റെ ഒപ്പം സിൽവർ ജ്വല്ലറിയൊക്കെ പെയർ ചെയ്യുമ്പോൾ നല്ല ഓപ്ഷനാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കൂ, എല്ലാ ലിങ്ക്സും ഉണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.